പറയണോ? അത് പറയാനോ പറഞ്ഞത്? സത്യമാണോ? സത്യമാണത് കുറുപ്പേ, നിങ്ങളും MLA കോടീശ്വരനൊക്കെ ആയിരിക്കും എന്ന് വെച്ച് എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മോനെ ആക്ഷേപിക്കാൻ തനിക്ക് എന്താണോ അവകാശം? അതിന് തക്കവണ്ണം എന്ത് കാര്യം ഇവൻ ചെയ്ത് അതെനിക്ക് അറിയണം. തള്ളക്ക് വലിയ അഭിമാനക്കേടായി പോയി അല്ലേ? എന്താ കാര്യമെന്ന് പുന്നാരം വരുമ്പോൾ ചന്ദ്രികോട് ചോദിക്കും. അല്ലെങ്കിലേ ദേ നിൽക്കുന്ന ഒരു പിഴച്ച ചെറുമോള് ഇവിടെ ചോദിക്കും. ഇവരുടെ നാവ് കൊണ്ട് തന്നെ പറയട്ടെ. എന്താണ് കാര്യം? എന്റെ മോനെ എരപ്പാളി എന്ന് വിളിക്കാൻ ഇവൻ ആരാടി? എന്താണ് എന്റെ മോനെ ഇറന്നത്? എനിക്കറിയണം, പറയണം. വന്ദനെ, നീ എന്തെങ്കിലും ഒന്ന് പറ. പറയില്ല, പറയാൻ നാവ് പൊങ്ങില്ല. നാക്ക് പൊങ്ങിയാലും വാക്ക് കിട്ടില്ല ഇവൾക്ക്. പെൺവർഗത്തിന് തന്നെ തീരാശാപമായ രണ്ട് പെൺജന്മങ്ങൾ. കുറുപ്പ് സാറേ, അങ്ങനെ അങ്ങ് പോയാലോ കുറുപ്പ് സാറേ? എന്റെ മുന്നിൽ വെച്ച് അച്ഛനെയും അമ്മയും പെങ്ങളെയൊക്കെ ഇത്രത്തോളം നാണം കെടുത്തിയിട്ട് അങ്ങനെ അങ്ങ് പോയാലേ പ്രകാശം വെറും മറ്റവനായി പോവില്ല സാറേ. സാറേ, കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി. അടിയും വഴക്കും ബഹളവും ഒന്നും വേണ്ട. അയൽപക്കക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, കാര്യം ഞാൻ തന്നെ പറയാം. പറയല്ല, കാണിക്കാം. വിവാഹം കഴിക്കാതെ കന്യക ചമഞ്ഞിട്ട് നിൽക്കുന്നു. എല്ലാരും കണ്ടോ നിന്റെ മാന്യത? കണ്ടോ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന പെണ്ണിന്റെ കഴുത്തിലെ താലി? ആണ്. എന്റെ ഗുരുവായൂരപ്പ, എന്താ ഇതൊക്കെ? അറിയില്ലേ? കണ്ടിട്ടുമില്ലേ? ഇതാണ് താലി. എന്റെ ഗുരുവായൂരപ്പ, എന്താ ഇതൊക്കെ? കല്യാണം കഴിക്കാത്ത പെണ്ണിന്റെ കഴുത്തിൽ താലിയോ? ഇപ്പൊ മനസ്സിലായോ തള്ളയ്ക്ക് കൊച്ചുമോളുടെ അന്തസ്? എന്റെ മോൻ ജഗനെ വശീകരിച്ചെടുത്ത് കൊച്ചുമോള് കെട്ടിച്ച താലിയായത്. എന്താ കുറുപ്പ് സാറേ പ്രശ്നം? താലി കുറെ നാളായി എന്റെ മകൻ ജഗനെ മാധവൻ എന്ന് പറയുന്ന ഇയാളുടെ മകൾ വളഞ്ഞു പിടിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ രക്ഷകർത്താക്കൾ അറിയാതെ ഇവൾ ജഗനെ കൊണ്ട് ബലാത്കാരമായി താലി കെട്ടിച്ചിരിക്കുന്നു. തോന്നുമ്പോ തോന്നിയവനെ കൊണ്ട് താലി കെട്ടുക, താലി കെട്ടിക്കൊണ്ടുവന്നവളുടെ ഗർഭം കലക്കുക.
അതെ, നിങ്ങൾ ആൾക്കാർക്ക് ഇപ്പൊ കാര്യം മനസ്സിലായോ? മാധവന്റെ മക്കളുടെ കുടുംബ മഹിമ. അഥവാ എന്റെ ഒരേ ഒരു മകളുടെ ഭാവി നിന്റെ മകൻ തകർത്തു. ഇപ്പൊ എന്റെ മകൻ ജഗന്റെ ഭാവി നിന്റെ അഴിഞ്ഞാട്ടക്കാരി മകള് തകർത്തു. നീ ജയിച്ചെന്ന് കരുതണ്ട. ജഗനെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുത്താലും മാധവ നിന്റെ മോൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് പറയുന്നത് കുറുപ്പാ. കുറുപ്പ് എന്നാലും ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? ഒരു പയ്യനെ കൊണ്ട് നിർബന്ധിച്ച് താലി കെട്ടിപ്പിച്ച നാണം കെട്ട ഏർപ്പാട്. പെണ്ണൂരും പെട്ടാലേ രക്ഷയില്ല. പ്രകാശ, പ്രകാശേട്ടാ, ഞങ്ങളെയൊക്കെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കിയവളാ. സൽസ്വഭാവത്തിന്റെ അവതാരം. ഇപ്പോ അച്ഛനും അമ്മയ്ക്കും ഈ പിഴച്ചവള് തീരാ ശാപമായി മാറിയില്ലേ? ഇനി കുറുപ്പിന്റെ പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ശക്തി എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ആർക്കും രക്ഷപ്പെടാനാവില്ല, ഓർത്തോ? ആ, ഈ കുടുംബത്തിന്റെ വിളക്കായിട്ടാണ് അച്ഛമ്മ നിന്നെ കണ്ടത്. ഇതിപ്പോ കരുത്തിന് കത്തിയ പോലെയായി. പ്രതീക്ഷിച്ചില്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. മാധവേട്ട, എന്താ ഒന്നും മിണ്ടാത്ത? വന്ദന തെറ്റുകാരിയല്ലെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാധവൻ എല്ലാ രംഗത്തും തോറ്റുപോയി. ആദ്യം മകൻ ചതിച്ചു, പിന്നെ നിഴലായി താങ്ങായി ഒപ്പം നിന്ന ഭാര്യ. ഇപ്പോ മാധവന്റെ പുണ്യമെന്ന് കരുതി ഞാൻ കൊണ്ടുകിടന്ന എന്റെ മോളും ചതിച്ചു. മാധവൻ ഇന്നൊരു പേക്കോലം മാത്രം. തൊട്ടുപോകരുത് തന്നെ.
എൻ്റെ ഉള്ളിലെ സങ്കടം മുഖത്തുനിന്ന് ആരും വായിച്ചറിയാൻ പാടില്ല. എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ചു നിൽക്കണം, ഒന്നും സംഭവിക്കാത്ത പോലെ. ഞാൻ വന്നതാരും അറിഞ്ഞില്ലേ? എന്തു പറ്റി? ആകെ ഒരു മൂകത. അമ്മേ, തൊട്ടു പോകരുതെന്നെ. അമ്മയോ? എനിക്കിനി ഇങ്ങനൊരു മകനേ ഇല്ല. അമ്മേ, എന്റെ ഇളയ കുഞ്ഞ് ചാപിള്ളയായി പോയി, വെറും ചാപിള്ള. അമ്മേ, അല്ല വിദ്യാർത്ഥി, ഇവിടെ എല്ലാവർക്കും എന്താ സംഭവിച്ചത്? അല്ല അമ്മ എന്താ ഇങ്ങനെ? എന്ത് സംഭവിക്കാൻ? നീലിമ പോയി. നീലിമ പോയെന്നോ? അതെ, നമ്പ്യാരങ്ങൾ അവളെ കൊണ്ടുപോയി. നീ ഏതോ പെണ്ണിന്റെ കഴുത്തിൽ താലി കിട്ടിയത്രേ. മറ്റൊരു പെണ്ണിനെ താലി കെട്ടിയവന് കൊടുക്കാൻ മകളില്ലെന്ന് പറഞ്ഞാ നമ്പ്യാരങ്ങൾ പോയത്. സിംഹത്തെ പോലെ ചീറിക്കൊണ്ടാ അങ്കിള് ക്ഷേത്രത്തിൽ നിന്ന് വന്നത്. ഈ കുടുംബത്തിലുള്ളവരെ ആക്ഷേപിക്കാവുന്നതിന്റെ പരമാവധി ആക്ഷേപിക്കുകയും ശപിക്കുകയും ചെയ്തു. ഒടുവിൽ നീലിമയും കൊണ്ട് അവരവരുടെ വഴിക്ക് പോയി. ഇനി ജഗന് നീലിമയുടെ ശല്യം ഉണ്ടാവില്ല. നീലിമ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അക്കാര്യം എന്നോട് തുറന്നു പറയാറുന്നില്ലേടാ. അമ്മേ, അത് അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ. നീ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി എന്നോട് പറഞ്ഞോ? അമ്മേ, അത് താലി കെട്ടുന്നതിന് കൊണ്ടുള്ള ഒരു അന്തസ്. ബോധം കിട്ടി കിടക്കുന്ന ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് ആണത്തൊന്നും അല്ലടാ, അതൊരു ആഭാസത്തിനും തന്നെയാ. അമ്മേ, നിങ്ങളെല്ലാവരും കൂടി എന്നെ വെറുതെ പ്രതിക്കൂട്ടി കേറ്റരുത്. ഒളിച്ചും പാത്തും ഒന്നും അല്ല ഞാൻ വന്ദനയെ പ്രണയിച്ചത്. ഞാൻ വന്ദനയെ പ്രണയിക്കുന്നെന്ന് വിദ്യാർത്ഥിക്ക് അറിയായിരുന്നു. എനിക്കറിയായിരുന്നോ? പച്ചക്കള്ളം. ഞാൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഈ താലി കിട്ടൊന്നും നടക്കില്ലായിരുന്നു. ജഗ നീലിനെ തന്നെ കെട്ടിയനെ. ജഗ, നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി എന്നെ കരുവാക്കരുത്. എന്ത് ന്യായം എഴുന്നള്ളിക്കാൻ മടിക്കാത്ത രാഷ്ട്രീയക്കാരനാവുമ്പോ നട്ടാക്കൊരുക്കാത്തത് എന്തും പറയാം, അല്ലേ ഏട്ടാ? എന്റെ കുഞ്ഞിനെ നശിപ്പിച്ച ആ ദ്രോഹി മാത്രമേ കിട്ടിയുള്ളൂ ഏട്ടന് താലി കെട്ടാൻ. അതിനെ കുറിച്ച് എന്ത് ന്യായം ഏട്ടന് പറയാനുള്ളത്? നിന്റെ കുഞ്ഞിനെ കൊന്നോടാണ് വന്ദനെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് ന്യായം, അത് തന്നെയാണ് സത്യവും. വന്ദനെ മോശക്കാരിയാക്കാൻ ആരോ കെട്ടിച്ചമച്ച കഥയാണത്. മാന്യതയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു വീരനായികയെ കള്ളത്താലി കെട്ടിയതിന് അച്ഛന്റെ വിവാഹമാണിത്. എടാ പുന്നാര മോനെ, ഈ കുറുപ്പിന്റെ നെഞ്ചിൽ ചവിട്ടിന്നാ നീ താലി കെട്ടിയത്.
ഞാൻ എല്ലാ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന മകനാ നീ. നീ നീ എന്നെ ചതിച്ചു. അച്ഛാ, ഇനി എനിക്ക് ഒരു മകനേ ഉള്ളൂ, ജിതേന്ദ്രൻ. എന്റെ പ്രതീക്ഷ തകർത്ത നീ എന്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു. അച്ഛന്റെ പ്രതീക്ഷ നിറവേറ്റാൻ മകന് ഉത്തരവാദിത്വം ഉള്ളതുപോലെ ഹ, ഒരു മകന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം അച്ഛനും കാണിക്കാം. ഹാ. എന്താ, എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്ക് പാടില്ലേ? അച്ഛാ, വന്ദന എനിക്ക് ഇഷ്ടമാണ്. അവളെയാണ് ഞാൻ താലി കെട്ടിയത്. പോണം. അത് അച്ഛനും അമ്മയെ അംഗീകരിച്ച് തന്നേ പറ്റൂ. നടക്കില്ല. വന്ദനെ താലി കെട്ടി കൂടെ താമസിപ്പിക്കാം എന്നുള്ള നിന്റെ മോഹം നടക്കില്ല. ഒന്നിനും പറ്റിയില്ലെങ്കിൽ അവളെ ഞാൻ കൊന്നു കൊല വിളിക്കും. എന്റെ പെണ്ണിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. മതിയടാ. അച്ഛനും മോനും തമ്മിലുള്ള തമ്മിത്തല്ലും കൂടി കാണാനുള്ള യോഗം ഈ പെറ്റുതള്ളയ്ക്ക് ഉണ്ടാക്കി വെക്കല്ലേ. പറ്റുമെങ്കിൽ എന്റെ മോൻ കുറച്ച് വിഷം വാങ്ങിത്താ. അമ്മേ, ഈ നശിച്ച ജീവിതം എങ്ങനെയെങ്കിലും ഞാൻ അവസാനിപ്പിക്കട്ടെ. അമ്മേ, വന്ദനയില്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ പാഴ് ജന്മായി പോവും. താലി കെട്ടിയ പെണ്ണിനെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ടത് ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ എന്റെ പെണ്ണിനെ ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും. സമ്മതിക്കില്ല ഞാൻ. നിന്റെ തന്ത ഉറുപ്പാടാ പറയുന്നേ. നടക്കും. നടത്തും ഞാൻ. മോനെ വേണ്ട. താലിദോഷമുള്ളവളെ വന്ദന. അവളെ കെട്ടി നീ നിന്റെ ജീവിതം കൂടി തൊലക്കില്ലേ. അമ്മേ, ദോഷം വന്ദനയ്ക്കല്ല, അവളെ നോക്കുന്ന കണ്ണുകൾക്കാ. മോനെ, പോയി ചാവണം. താന്തയ്ക്ക് മുമ്പുണ്ടായവനെ എന്തിനാടി ഇങ്ങനെ ഒരുത്തന് നീ ജന്മം കൊടുത്തത്? വർഷേ, വർഷേ പിണക്കാണോ? ദേ നോക്ക്, വർഷ എന്നോട് പിണങ്ങിയ എന്റെ സങ്കടം പങ്കുവെക്കാൻ പോലും എനിക്ക് ആരുമില്ല. വർഷേ, സോറി, എല്ലാം മറന്നിരിക്കും. എനിക്ക് ഓഫീസിലേക്ക് പോകാൻ സമയമായി. ദേ, ഞാൻ സംസാരിക്കുന്നത് ഒരു അടുക്കളക്കാരിയോടല്ല, എന്റെ ഭാര്യയോടാ.
എന്റെ മുഖത്തേക്ക് നോക്ക്. ഹോ, ഒന്ന് ചിരിച്ച് കണ്ടല്ലോ, സന്തോഷായി. ദേ, നിന്റെ ഒരു നിമിഷത്തെ മൗനം പോലും എന്നെ ശ്വാസം മുട്ടിക്കും. എന്നോടുള്ള പിണക്കം മാറിയെന്ന് പറ. പറ പ്ലീസ്. മാറി. പോട്ടെ. ഏട്ടാ, പോകുമ്പോ വാതില് പൂട്ടാൻ മറക്കണ്ട. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. സുചിത്ര എടുത്തിയാ നോക്കി എടുക്കട്ടെ. എടുക്ക്. സംസാരിച്ചോ? ഹലോ, സുചിത്ര എടുത്തി. പറ, സുഖാണോ? എന്ത് സുഖം, ഇവിടെ ആകെ പ്രശ്നങ്ങളാ. പ്രശ്നങ്ങളോ? എന്തു പറ്റി എടുത്തി? മോളെ, വന്ദനയുടെ കല്യാണം കഴിഞ്ഞു.